പിന്നെ വെയിലുള്ള ഭാഗത്ത് മാത്രം സപ്പോർട്ട് നടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ ആ ഒരു ചെടി അറേഞ്ച് ചെയ്യുക. മാവിൻ്റെ കൊമ്പ് കോതി കൊടുക്കുന്ന പോലെ തന്നെ സപ്പോർട്ടിങ് ഇടയ്ക്ക് കൊമ്പ് കോതി കൊടുക്കാം. പക്ഷേ ഓവറായിട്ട് നമ്മൾ സപ്പോർട്ടിൽ കൊമ്പ് കോതാതിരിക്കുക. അപ്പോൾ കായില്ലാത്ത ആരോഗ്യമില്ലാത്ത കൊമ്പുകൾ അല്ലെങ്കിൽ ഷേപ്പിൽ നിന്ന് മാറ്റം വരുന്ന കൊമ്പുകളൊക്കെ മുറിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ സപ്പോർട്ടിൽ കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ 3 മാസത്തിലൊരിക്കൽ നമുക്ക് ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ വേപ്പ് പിണ്ണാക്കൊക്കെ തടത്തുനിന്ന് കുറച്ച് മണ്ണ് നീക്കിയ ശേഷം ഇളക്കി ചേർത്തിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കാം. നമ്മൾ നനയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ സപ്പോർട്ടിൽ ഒരുപാട് കായ പിടിക്കും. തടത്തിൽ നന്നായിട്ട് നനച്ചു കൊടുക്കുക. കൂടാതെ നമ്മൾ മരം മൊത്തമായിട്ട് നനയുന്ന രീതിയിലേക്ക് ഹോസ് പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അത് കായപ്പെടുത്തതിന് ഏറെ സഹായിക്കും. പിന്നെ നമുക്ക് NPK വളങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജൈവവളം അല്ലാതെ നമുക്ക് രാസവളം പ്രയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് NPK വളങ്ങൾ മണ്ണിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് NPK വളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കാം. ആ മണ്ണ് ചേർത്ത് കൊടുക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേരിന്ന് അല്പം അകലം പാലിച്ചിട്ട് വേണം ഇടാൻ. NPK വളങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ NPK ഒരു രാസവളമാണ്.